തലസ്ഥാന നഗരം പൊങ്കാലയെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു. ഇന്നലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളൂരാണുള്ളത്. ഉള്ളൂരും ഇത് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ വിപുലമായ ഒരുക്കങ്ങൾ ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യൂണിയൻ നേതാക്കളും അതോടൊപ്പം തന്നെ യൂണിയനിലെ അംഗങ്ങളും ഒക്കെ സിവലാൽ ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പോ ഈ പൊങ്കാല സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി ഇവിടെ? എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മേ ശരണം ദേവി ശരണം. ഇത് നമ്മൾ രണ്ട് അമ്പലത്തിന്റെയാണ്. ഇടിയടിക്കോട്ട് അമ്മയും ആറ്റുകാല അമ്മയുമാണ്. രണ്ടമ്മ നമ്മൾ ആദ്യം മുതൽ ഒരു 7-8 വർഷം കൊണ്ട് ഇത് തുടങ്ങിയിട്ട് രണ്ട് അമ്പലത്തിന്റെ ഇതും ഈ 25 നാളായി ഇത് ഒരുമിച്ചാണ് ഇത് നടക്കുന്നത്. പിന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. രാവിലെ കോഫി, ഇഡ്ഡലി, സാമ്പാർ, വട, പിന്നെ ഉച്ചയ്ക്ക് സദ്യ 1500 പേർക്ക് സദ്യ ഉണ്ട്. രാവിലെ 1000 പേർക്ക് കോഫിയുണ്ട്. പിന്നെ വെള്ളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് നമ്മളിവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഷെഡെല്ലാം 7500 സ്ക്വയർ ഫീറ്റിൽ ഷെഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് സജ്ജീകരണം, കുടിവെള്ളം, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രഭാത ഭക്ഷണം, അങ്ങനെ മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 7 വർഷമായി നമ്മുടെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കുന്നു വരുന്നു. സ്ത്രീകളുടെ പൊങ്കലയാണ്. അപ്പൊ പുരുഷന്മാരും ഇതിന്റെ വലിയൊരു ഭാഗമാക്കുകയാണ് അല്ലേ? അതെ, വണ്ടികളെല്ലാം നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർമാരാണ്. അതുകൊണ്ട് ചോദിക്കാം, ഇപ്പൊ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിലൊക്കെ എങ്ങനെയുള്ള സൗകര്യം അവിടെ ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ രാവിലെ വണ്ടി ഫ്രീ ആയിരുന്നു. രാവിലെ ഓട്ടോയും ഫ്രീ ആണ്. പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഫ്രീ ആയിട്ട് ഓടുന്നുണ്ട്. ആറ്റുകാലായാലും ഇടിയടിക്കോട്ട് അമ്പലത്തിലായാലും ഞങ്ങൾ ഓടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ തൃപ്തിയായിട്ടാണ് പോകുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നവർ ഇപ്രാവശ്യം നേരത്തെ വന്ന് നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വരുന്നവര് തിരിച്ച് ഈ ഉള്ളൂർ ജംഗ്ഷൻ വിട്ട് അവർ വേറെ എങ്ങോട്ടും പോകുന്നില്ല. അവർ ഉള്ളൂർ ജംഗ്ഷൻ മതി എന്ന് പറഞ്ഞ് അവര് 2 ദിവസം 3 ദിവസത്തിന് മുമ്പേ വന്ന് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ 25-30 അടുപ്പെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് വന്ന് ഇവിടെ ഞങ്ങളോട് സഹകരിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും ഇവിടെ സഹകരിക്കുന്നുണ്ട്. ആരും പണങ്ങിയിട്ടൊന്നും പോകും. കടക്കാരും, ഇവിടെ ഉള്ള എല്ലാ കടക്കാരും എല്ലാം, പിന്നെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഇത്. ഓട്ടോ ടാക്സി സംയുക്തമായി നടത്തി വരുന്ന ഒരു ഇതാണ്. എല്ലാ വർഷവും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന, ആർക്കും ഒരു പ്രശ്നവുമില്ല. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നാട്ടുകാർക്കും ഉണ്ട്, ഈ കടക്കാർക്കും എല്ലാവർക്കും ഉണ്ട്. 7 വർഷം മുമ്പാണ് ഇവിടെ തുടങ്ങിയത് പറയുന്നു. അന്നിപ്പോ ഒരു അനുഭവം, ഇപ്പൊ വെക്കുന്ന ഒരു മാറ്റം എങ്ങനെയാണ്? ഇപ്പൊ ഒരുപാട് പുരോഗമനമുണ്ട്. അന്ന് എത്ര പേർക്കായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ? അന്ന് ഒരു 150 പേർക്കായിരുന്നു. പിന്നെ അതങ്ങ് കൂടി ഇപ്പൊ ഒരു 1000-600 പേരുടെ പൊങ്കാലയുണ്ട് ഇവിടെ. സ്ഥലം തികയാതെയാണ് വരുന്നത് പൊങ്കാല ഇടാൻ വേണ്ടിട്ട്. ഇവിടെ ഒരു പ്രാവശ്യം പൊങ്കാല ഇട്ടവര് വീണ്ടും ഇവിടെ വന്ന് നേരത്തെ അടുപ്പ് ബുക്ക് ചെയ്തിട്ട് പോവുകയാണ്. കൂടുതലും ഞങ്ങളുടെ നാട്ടുകാരും പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും ഉണ്ട്. യൂണിയൻകാർ അവരെല്ലാം നല്ല സഹകരണമാണ്. എല്ലാവരും മൊത്തം സഹകരണത്തിലാണ് ഞങ്ങളോടൊപ്പം. ഇപ്പം ഭയങ്കര ചൂടാണ്. ഇപ്പൊ നമുക്കറിയാം, ആരോഗ്യവകുപ്പിന്റെ ഒക്കെ നിർദ്ദേശങ്ങളുണ്ട്. എല്ലാവരും കുടിവെള്ളം സൗകര്യം ഒക്കെ ലഭ്യമാക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പാടാക്കുന്നുണ്ട്. ഞങ്ങള് വലിയ ടാങ്കാണ് വയ്ക്കുന്നത്. വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ അവർക്ക് എന്ത് ആവശ്യമുണ്ട് അപ്പോൾ ഞങ്ങളുടെ പറയുമ്പോൾ ഞങ്ങള് 100 പ്രവർത്തകരാണ് ഇതിലുള്ളത്, ഡ്രൈവർമാര്. അപ്പോഴപ്പോഴും ആർക്ക് എന്ത് വന്നാലും അപ്പോഴും ഞങ്ങൾ സ്പോട്ടിലെത്തുന്നു, അതിന്റെ ഇത് ചെയ്തു കൊടുക്കും. അതാണ് അവർക്ക് ഞങ്ങളോടുള്ള ഒരു പ്രത്യേകത. തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അവരാള് എന്ത് ആവശ്യപ്പെട്ടിരുന്നാലും ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ അവിടെ എത്തി അവരുടെ കാര്യം സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊങ്കാലയുടെ ബാക്കിൽ പൊങ്കാല ഇടുമായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ അത് മാറ്റി. എന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് ഒരു തൊട്ട് ബാക്കിൽ ഇരുത്തി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വല്ല അഗ്നി തീ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് എല്ലാം ഒരു സൈഡ് മാത്രം ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കിലും കൊടുക്കുന്നുണ്ടായിരുന്നു. ബാക്കിലും ഫ്രണ്ട് ലൈൻ. നമ്മുടെ ഈ കൂട്ടായ്മയിൽ എത്ര പേരാ ഉള്ളത്? കൂട്ടായ്മയിൽ 110-120 പേരുണ്ട്. ഈ ആട്ടോയിൽ തന്നെ 100 പേരുണ്ട്. ടാക്സിയിൽ ഒരു 3 പേരുണ്ട്. എല്ലാം കൂടെ സംയുക്തമായിട്ടാണ് ചെയ്യുന്നത്. സ്ഥലം തികയുന്നില്ല ഈ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. ഏത് മുതൽ ഇവിടെ വരെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്? ഉള്ളൂർ ജംഗ്ഷൻ മുതൽ നമ്മുടെ മെഡിക്കൽ കോളേജ് പെട്രോൾ പമ്പിന്റെ അതുവരെയും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 2 ക്ഷേത്രമാണ് ഉള്ളത്. ഒന്ന് ആറ്റുകാൽ അമ്മയുടേതും ഒന്ന് നമ്മുടെ ഇടിയടിക്കോട് അമ്മയുടേതും. രണ്ടിന്റെയും ജംഗ്ഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ 2 ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്. ഇപ്പം തിരുവനന്തപുരത്തല്ല, നമുക്കറിയാം ഈ പൊങ്കാല ഇടാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരെത്തുണ്ട്. അപ്പൊ നേരത്തെ തന്നെ ഇവരെ ബുക്ക് ചെയ്യാൻ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഒരാഴ്ച തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരണുണ്ട് പൊങ്കാല ഇടാനായിട്ട്. ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ നാട്ടുകാർ വരുമ്പോ ഞങ്ങൾ വേറെ സ്ഥലം ഒരുക്കേണ്ടി വരും. അത്രയ്ക്ക് ഞങ്ങൾക്ക് തിരക്കാണ് ഇപ്പൊ.
അപ്പം എന്നാലും പുറത്തു വരുന്നവർക്ക് മുൻഗണന നൽകാം അല്ലേ? എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടെ, എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടെ, പ്രത്യേകിച്ച് ആർക്കും ഒന്നുമില്ല. അതുകൊണ്ടാണ് നാട്ടുകാരുടെ ഈ പൊങ്കാലയുടെ വരുന്നവരും ഞങ്ങളെ തന്നെ തേടി വീണ്ടും വരുന്നത്. ഇതിനുള്ള നമുക്കറിയാം ഒരുപാട് ചെലവാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ, പന്തൽ കെട്ടണം, ഭക്ഷണം ഒരുക്കണം. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പണമൊക്കെ എങ്ങനെയാണ്? നാട്ടുകാരും ഈ കടക്കാരും എല്ലാം ഞങ്ങളും എല്ലാവരും കൂടെ സഹകരിച്ച് ഞങ്ങളുടെ മിക്ക മുൻഗണനയായിട്ട് എല്ലാ സജ്ജീകരണം ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ യൂണിയൻകാരും പിന്നെ നാട്ടുകാരും എല്ലാ സഹകരണങ്ങൾ ചെയ്താണ് നമുക്കുള്ള സജ്ജീകരണം ചെയ്തത്. ഇവിടെ ഏകദേശം എത്ര പേര് എത്തുന്ന ഒരു പ്രതീക്ഷ ഇത്തവണ? ഇത്തവണ നമ്മൾ വിചാരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരു 500 വരെ ആയിരുന്നു, ഇപ്പോഴും അതിലും കൂടുമെന്നാണ് തോന്നുന്നത്. ഇപ്പം 700 വരെ കല്ലിന് പുറത്തായി. നാളെ വരാനുള്ളവരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു പിടിയില്ല. ഞങ്ങൾ ഇതിനുവേണ്ടി 1 മാസം മുമ്പേ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. എത്ര പേർ വന്നാലും ഇത് ഫുള്ള് നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. എത്ര ആൾക്കാർ വന്നാലും പൊങ്കാലയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ എല്ലാവരും മുൻഗണനയായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അടുത്ത വർഷം ഇതിനേക്കാളും ഭയങ്കരമായിരിക്കും. ഞങ്ങൾ ഓരോ വർഷം ഞങ്ങൾക്ക് കുറച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ ഓരോ വർഷം തോറും ആവുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാവുന്നത്. അതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ നീളി കുറച്ച് ഷീറ്റൊക്കെ ഇട്ട് കുറച്ചുകൂടെ നീട്ടി മുമ്പോട്ട് പോകാനാണ് താല്പര്യം. ഇനി ഇത് ബാക്കിലോട്ടില്ല, എപ്പോഴും ഞങ്ങൾ ഫ്രണ്ടിലോട്ടാണ്. ആറ്റുകാലമ്മയും ഇടിയടിക്കോട്ടമ്മയും ഇവർ രണ്ടുപേരും ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, ഞങ്ങളുടെ സെക്രട്ടറിയാണ് രാഹുലാണ്, ഞങ്ങളുടെ പ്രസിഡന്റാണ് തുളസീധരൻ, രക്ഷാധികാരി കുട്ടപ്പൻ എന്നിവരാണ്. ഇവരുടെയൊക്കെ പിന്തുണയാണ് ഞങ്ങളെ പോലുള്ളവർക്ക് പ്രവർത്തിക്കാനായിട്ട് വളരെ ഉത്തേജകമാകുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ഇവരുണ്ട്. അപ്പം കുറെ വർഷമായി എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാർ ഇവിടെ പൊങ്കാലിടുമ്പോൾ നമുക്ക് ഇവരൊക്കെ എന്ത് പറയാനുള്ളത്? ഇവിടെ വരുന്ന പൊങ്കാലിടുന്ന ആൾക്കാരോട്, പൊങ്കാലിടുന്ന ആൾക്കാരോട് നമ്മൾ പറയുന്നത് നാളെയും ഇവിടെ തന്നെ, അടുത്ത വർഷവും ഇവിടെ തന്നെ വരിക. അതിനുവേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. സകല സൗകര്യങ്ങളും, വെള്ളമായാലും അവർക്ക് ആഹാരമായാലും എല്ലാം നമ്മൾ തന്നെ, എല്ലാം സജ്ജീകരണം, ഉന്നദാനം, കാലത്ത് കാപ്പി, പിന്നെ സർബത്ത്, തണ്ണിമത്തൈ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുകയും. ഈ പൊങ്കാല കഴിഞ്ഞിട്ട് ഇപ്പം ബസ് നമുക്കറിയാം ഈ ഗതാഗതമൊക്കെ കുറെ സമയം അപ്പോഴും തന്നെ വാരി മാറ്റുന്നുണ്ട്. സകല അപ്പോഴും തന്നെ ക്ലീൻ ചെയ്തും വാരി, കല്ലുകളെല്ലാം വാരി മാറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ആൾക്കാർ തമ്പാനിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടോ? സംവിധാനം അത് നമ്മളെ കൊണ്ട് കഴിയില്ല, എങ്കിലും പരമാവധി നമ്മൾ വണ്ടികളുണ്ട്, ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷൻ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്തുള്ള കടക്കാർ, ഇവിടെ കോഴിക്കട നടത്തുന്ന പോൾട്രി ഫാം നടത്തുന്ന ഷാജി ഉണ്ട്, മുത്തൂറ്റ് ബാങ്ക്, അങ്ങനെ ഒരുപാട് കടക്കാർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അച്ചുവണ്ണ ഇവിടെ കാച്ചിനാഥൻ ബസിന്റെ ഓപ്പറേറ്റർ അച്ചുവണ്ണ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഇതിന്റെ പൂർണ്ണ പിന്തുണ സനൽ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ പയ്യെ, എല്ലാവരും ഞങ്ങൾ പൂർണ്ണ പിന്തുണ ആയിരുന്നുണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളൂരിലെ ഒരു ക്രമീകരണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ഒക്കെ യൂണിയന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഷെഡ്, പൊങ്കാലിടുന്ന വരുന്നവർക്ക് വെയിൽ കൊള്ളാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പൊങ്കാല അടുപ്പ് കൂട്ടാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ ഇവിടെ എത്തുന്നവർക്ക് ആറ്റുകാല അമ്പലത്തിലേക്ക് പോകാനുള്ള സംവിധാനവും, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേക ക്രമീകരണങ്ങളും ഈ ഭാഗത്ത് ഉണ്ട്. മെഡിക്കൽ കോളേജ് സമീപമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ആറ്റുകാൽ പൊങ്കലയുമായി ബന്ധപ്പെട്ട കൃത്യമായ ട്രാഫിക് സംവിധാനം, അതോടൊപ്പം തന്നെ ഗതാഗത സംവിധാനം ഒക്കെ ഒരുക്കിയിട്ട് സാർ ഇപ്പോ SI നമുക്കൊപ്പം ചെയ്തിട്ടുണ്ട്. സാർ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഉള്ളൂർ മേഖലയിലൊക്കെ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ തിരക്കുണ്ടാവും, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പം NH വഴി വരുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്. അപ്പം വൈകുന്നേരം മുതൽ നല്ല തിരക്കായിരിക്കും. ഇപ്പം നമുക്കറിയാം ഈ റോഡിന്റെ ഈ രണ്ടു ഭാഗത്തും പൊങ്കാലിടുന്നുണ്ട്. നാളെ നല്ല തിരക്കുമായിരിക്കും. നാളെ എന്നാൽ വാഹനങ്ങളോ കുറവായിരിക്കും. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് നടത്തിയിരിക്കുന്നത്? ക്രമീകരണങ്ങൾ കൂടുതൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതിന്റെ ഉള്ളൂർ മേഖലയില് നമ്മുടെ ഞങ്ങൾ അവിടുന്ന് ഡ്യൂട്ടിക്ക് വിട്ടതാണ്, ബഹുമാനപ്പെട്ട കമ്മീഷൻ അദ്ദേഹം വിട്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തുള്ള ടിക്കറ്റ് ഡ്യൂട്ടിയിലാണ് ഉള്ളത്. ഇവിടെ ഉള്ള പൊങ്കാലയിടുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഗതാഗത തടസ്സം ഒഴിവാക്കുക, ബാക്കിയുള്ള ലോ ആൻഡ് ഓർഡർ ഭാഗങ്ങൾ ഇത്രയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ ആൾക്കാർ എത്തുമ്പോൾ അതിനുവേണ്ട സംവിധാനമൊക്കെ നമ്മൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.